ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ഘോഷിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട്, രക്ഷ അനുഭവിക്കാത്ത, സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, ബന്ധനത്തിൽ ജീവിക്കുന്ന, ശാപഗ്രസ്തരാണെന്ന് അറിയാതെ ശാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക എന്നുള്ളത് ദൈവം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അങ്ങനെ അതിനായിട്ടാണ് നമ്മെ വിളിച്ച് ദൈവം ചേർത്തിരിക്കുന്നത്. കർത്താവിൻ്റെ വേല ചെയ്യണം. വിശ്വാസികളായ ഒരു കൂട്ടം സമൂഹം, ജീവനുള്ള ദൈവം നമ്മെ തിരുരക്തത്താൽ മുദ്രയിട്ട് വേർതിരിച്ചു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, എന്തൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവർ. നാം ഭാഗ്യശാലികളാണ്. നാം നിസ്സാരന്മാരാണ്, എന്നാൽ നാം ഭാഗ്യശാലികളാണ്. ജീവനുള്ള ദൈവം വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ. അതുകൊണ്ട് നാം പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല, പതറേണ്ട ആവശ്യമില്ല. നമുക്ക് പോരായ്മകളുണ്ട്, നമുക്ക് കുറവുകളുണ്ട്. കുറവുകൾ തിരുത്തി നമുക്ക് മുമ്പോട്ട് പോകണം. കുറവുകൾ തിരുത്താനല്ലേ ജീവനുള്ള ദൈവത്തിൻ്റെ വചനമുള്ളത്. ഈ വചനത്തിൽ മാത്രം വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ഒറ്റ വ്യക്തിയെ മാത്രം നോക്കിക്കൊണ്ട്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്കണമെന്ന്. ക്രിസ്തീയ ജീവിതത്തിൽ ഇന്നലകളില്ല. ഇന്നലെ വരെ എന്തായിരുന്നു കർത്താവ് നോക്കില്ല. ഏറ്റവും വലിയ ഭാഗ്യം ഇതാണ്. ഇന്നലെ വരെ ഞാൻ പാപിയായിരുന്നു, ശരിയാണ്, എന്നും ഞാൻ പാപിയാണെന്നുള്ള ചിന്ത വേണം. അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞേ, ഇത്രയും പരിശുദ്ധനായൊരു വ്യക്തി പറഞ്ഞു, എന്താണ്, അവസാന കാലഘട്ടത്തിൽ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ എനിക്ക് അവിടെ നേരിടുവാനുള്ള എന്തെന്ന് അറിയുന്നില്ല. എന്നിട്ട് പറയാണ്, എങ്കിലും എൻ്റെ പ്രാണന് ഞാൻ വിലയേറിയായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് എന്ത് പറയണമെന്ന് പറയുന്നത്, സാക്ഷ്യം പറയേണ്ടതിന് എൻ്റെ എന്ത് വേണം, എനിക്ക് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം അങ്ങ് തീർന്നു പോകണമെന്ന്. അതൊന്ന്. രണ്ടോ, മരിക്കാൻ നേരത്തെ എന്താ പറഞ്ഞത്? മരിക്കാൻ സമയത്ത് അപ്പോസ്തലൻ പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് അവസാനത്ത്, ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. എന്തൊരു അനുഗ്രഹമാണെന്നറിയോ. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ, ഭാരം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ ഞാൻ ഉടനെ പറയും, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. പിന്നെയോ ഭാരത്തെക്കുറിച്ച് പറയുന്ന വേറൊരു വാക്യമുണ്ടല്ലോ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ തന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഞാൻ പറയാൻ വന്ന കാര്യം ഇതൊന്നുമല്ല. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് തുടങ്ങണം. ജീവനുള്ള ദൈവം അതിനെല്ലാത്തിനും അവസരം തരുമെന്നുള്ളതിൻ്റെ തെളിവുകളാണ് എളിയവരായ നമ്മളുടെ മേൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് അനുഗ്രഹം കിട്ടുന്നത്. എഴുന്നേറ്റ് നിൽക്കുന്നവർ മാത്രമല്ല, ഓരോരുത്തരും അനുഭവിക്കുകയാണ് യേശുക്രിസ്തു ജീവിക്കുന്നതെന്ന്. ഇല്ലേ, സത്യമല്ലേ? ഒരു സമാധാനം, ഒരു കുളിർ കോരിയിടുന്ന അനുഭവം, ഒരു ശാന്തി, ഒരു ശാന്തത വാസ്തവമായി നമ്മൾ അനുഭവിക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ കൂടെ കൂടെ നമ്മൾ പിന്നെയും കൂടി വരുന്നത്. എന്നാൽ എന്തു വേണം? ഇന്ന് നമുക്കൊരു പുതിയ തീരുമാനം എടുക്കണം. കർത്താവ് നമ്മുടെ മേൽ തൻ്റെ ആണിപ്പാടുള്ള കരം വെച്ചു, തിരുരക്തത്തിൻ്റെ മുദ്ര നമുക്ക് തന്നു. എൻ്റെ യേശു ഒരു തുള്ളി രക്തമല്ല, കുറച്ചധികം രക്തമല്ല, അവസാനത്ത് ഒരു തുള്ളി രക്തം പോലും വെക്കാതെ മുഴുവനായും എനിക്ക് വേണ്ടി ഊറ്റി തന്നു എന്ന്. അത് ഓർക്കുമ്പോൾ ഉള്ള ആനന്ദം കൊണ്ട് തുള്ളും. നാം ചില പുതിയ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കണം. നമുക്ക് എന്താണെന്നറിയോ, ഞാൻ 1-2 കാര്യങ്ങളൊന്ന് കുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാപബന്ധനങ്ങളെല്ലാം കർത്താവ് അഴിച്ചെങ്കിൽ, തിരുരക്തത്തിൻ്റെ മുദ്ര നമുക്ക് തന്നെങ്കിൽ, ഒരു കാരണവശാലും നാം സൂക്ഷ്മതയില്ലാത്തവരായി ജീവിക്കരുത്. ഇന്ന് നാം ഏറ്റവും സൂക്ഷ്മതയോടെ, ഇന്ന് ദിവസം തുടങ്ങുന്ന ദിവസം, ഇന്ന് നാം സൂക്ഷ്മതയോടെ ജീവിക്കണം. വെളിപ്പാട് 16:15 പറയും, ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാന്മാരെ കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ നാം ചില തീരുമാനങ്ങൾ എടുക്കണമെന്ന് വേഗം പറഞ്ഞു വരാം. ഒന്ന് ഉറക്കെ വായിക്കാമോ? അത്
ഞാൻ കള്ളനെ പോലെ വരും. കേട്ടോ, കർത്താവ് കള്ളനെ പോലെയാണ് വരുന്നത്. ഇന്ന് കർത്താവ് വരുമോ ഇല്ലയോ എന്ന് അറിയാവുന്നവരായിരിക്കും എന്ന് കൈവെക്കാമോ? ഇന്ന് കർത്താവ് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. ചിലപ്പോൾ വരാം, വരാതിരിക്കാം. കർത്താവ് ഇന്ന് വരുമോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. എന്നാണ് കർത്താവ് പറഞ്ഞു തന്നെ, കർത്താവിന് എന്നാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയാൻ പാടില്ല. എന്ന് വരുമെന്ന് നമുക്കും അറിയാൻ പാടില്ല. നാം എന്ത് ചെയ്യണം? എപ്പോഴും ഒരുങ്ങിയിരിക്കണം. നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ എന്നാണ് കർത്താവ് വരുന്നതെന്ന്. ഏത് സമയത്തും വരാം. കള്ളൻ വീട്ടിൽ വരുന്നത് എപ്പോഴാന്ന് പറഞ്ഞിട്ടാണോ വരുന്നത്? അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് കള്ളൻ വരാറുണ്ടോ? അല്ലെങ്കിൽ മുൻകൂട്ടി അറിയിച്ചിട്ടാണോ കള്ളൻ വരുന്നത്? അല്ല. നാം വായിച്ചെന്താണ്? ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. എന്ത് വേണം? കർത്താവ് നമ്മളെ കഴുകി തന്നു. നമ്മുടെ ജീവിത വസ്ത്രത്തിലെ കറകളെല്ലാം കർത്താവ് കഴുകി തന്നു. കൃപയാൽ വിശ്വാസത്താൽ കഴുകി തന്നു. എന്നാൽ ഇനി നമ്മുടെ വസ്ത്രത്തിൽ കറ പറ്റാതെ നാം സൂക്ഷിക്കണം. അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്, മറ്റാരുടെ ഉത്തരവാദിത്തമല്ല. അത് ജോണിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ജോണിൻ്റെ ജീവിത വസ്ത്രത്തിൽ കറ പറ്റരുതെന്നുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഈ വസ്ത്രത്തിൽ കറ പറ്റുന്ന കാര്യമല്ല പറഞ്ഞത്. എൻ്റെ ജീവിതം എന്ന വസ്ത്രത്തിൽ കറ പറ്റരുത്. ഏത് സമയത്തും എൻ്റെ മരണം സംഭവിക്കാം. നാം കേട്ടല്ലോ, എല്ലാം കേട്ടല്ലോ. ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ്. എന്താണ്? വസ്ത്രം മാറിപ്പോയാൽ ലജ്ജയല്ലേ? അതായത് എൻ്റെ ജീവിത വസ്ത്രത്തിൽ കറ പറ്റിയാൽ എൻ്റെ വസ്ത്രം ഉരിഞ്ഞു പോകും. എൻ്റെ വസ്ത്രം ഉരിഞ്ഞാൽ ഞാൻ നഗ്നനാകും. നഗ്നനായാൽ പിശാചിനെ കയറി പിടിക്കും. എന്നെ കൊണ്ട് നിത്യ നരകത്തിൽ കൊണ്ട് പിടിച്ചു കെട്ടിയിടും. അതുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുപ്പ് കിട്ടിയ ദൈവമക്കൾ, കർത്താവിൻ്റെ തിരുരക്തത്തിന് മുദ്ര കിട്ടിയ ദൈവമക്കൾ, യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ പാപങ്ങൾ കഴുകിത്തന്ന ദൈവമക്കൾ സൂക്ഷ്മതയോടെ ജീവിക്കണം. ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ വസ്ത്രം കാത്തുകൊള്ളണമെന്ന്, ഉടുപ്പ് സൂക്ഷിക്കണം, പിന്നെ ജാഗരിക്കണമെന്ന്. ജാഗരണത്തോടുകൂടി ജീവിക്കാൻ. ഇല്ലെങ്കിൽ നാം കൃപയിൽ നിന്ന് വീണു പോകും, അപകടം വരും. അടുത്ത കാര്യം പെട്ടെന്ന് വായിക്കാം. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എപ്പോൾ വേണേലും മരിക്കാം, എപ്പോഴും കർത്താവിലായിരിക്കണം. ഒരു സെക്കൻഡ് പോലും ഒരു അലസത വന്ന് ദുഷ്ടനായ പിശാച് നമ്മെ തട്ടിക്കൊണ്ടുപോകാൻ ഇടവരരുത്. കേട്ടല്ലോ? ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ കർത്താവിൽ മരിക്കാനിടയാകണം. അപ്പൊ എന്തു വേണം? കർത്താവിൽ ജീവിക്കണം. എപ്പോഴും ക്രിസ്തുവിനോട് ജീവിക്കുന്നു, എപ്പോഴും കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോട് ജീവിക്കുന്നു. അതിനെന്ത് വേണം? ദുഷ്ടനായ പിശാചിനെ ഞാൻ എന്നെ തന്നെ തൊടാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നുള്ള വ്യക്തമായ തീരുമാനം. ഞാനിനി ഫറവോന് അടിമയല്ല, ഞാൻ ഇനി പിശാചിന് അടിമയല്ല, ഞാൻ പരമസിയോനിൽ നിന്ന് അന്യനുമല്ല. പാവന്റെ ജീവിതത്തിൽ വന്നാൽ ഞാൻ പരമസിയോനിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് അന്യനായി പോകും. അതുകൊണ്ട് എന്ത് വേണം? ജാഗ്രതയോടെ ജീവിക്കണം, കർത്താവിൽ മരിക്കാനിടയാവണം. പിന്നെയോ ഇവർ 14:7 അവസാന ഭാഗം എന്ത് വേണം? എപ്പോഴും കർത്താവിൻ്റെ തിരുരക്തത്താൽ അങ്കി അലക്കി വെളുപ്പിച്ചവരായിട്ട് ജീവിക്കണമെന്ന്. ഈ വെളിപ്പാട് 7:14. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. കേട്ടോ, നിങ്ങൾ കേട്ടെ. നമ്മൾ സർഫിട്ട് കഴുകാറുണ്ട് വസ്ത്രം ക്ലീൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്ലീനിങ് ലിക്വിഡ് എന്തെങ്കിലും വേണം, ഇല്ലേ? വേണ്ടേ? അല്ലെങ്കിൽ എന്ത് വേണം? സർഫ് വേണം. അതല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഇടാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ വെള്ളം സോഫ്റ്റ് ആവില്ല. ഈ വെള്ളം സോഫ്റ്റ് ആയാൽ മാത്രമേ ആ എല്ലാ സുഷിരങ്ങളിലേക്കും കയറി ചെല്ലുകയുള്ളൂ. വെള്ളം പൊതുവെ ഹാർഡാണ്. അതുകൊണ്ട് എന്ത് വേണം? അത് സോഫ്റ്റ് ആക്കണം. വെള്ളം പൊതുവെ ഹാർഡ് എന്നുള്ളതിന് എന്താണ്? അത് കട്ടിയുള്ളതാണ്, അല്ലേ? അതെ. എന്നാൽ വെള്ളം സോഫ്റ്റ് ആവണം, അത് മൃദുലമാകണം, അല്ലേ? മൃദുവാകണം. അങ്ങനെ മൃദുവായാലാണ് എല്ലാ സുഷിരങ്ങളിലേക്കും കയറി ചെല്ലുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ഉദ്ദേശമുണ്ട്. എന്താണെന്ന് പറഞ്ഞത്? ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. എപ്പോഴും അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് വെളുപ്പിക്കാൻ കഴിയുന്നത്? യേശുവിൻ്റെ തിരുരക്തത്താൽ മാത്രമേ മനുഷ്യൻ്റെ അങ്കി അലക്കി അവന് വെളുപ്പിക്കാൻ കഴിയുള്ളൂ. ആരും ജാഗ്രതയില്ലാതെ ജീവിക്കരുത്, ഒരു മിനിറ്റ് പോലും ജാഗ്രതയില്ലാതെ ജീവിക്കരുത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അവിടുത്തെ തിരുരക്തം എന്നെ പൊതിയണമേ എന്ന്, തിരുരക്തം പൊതിയണമെന്ന്. ചീത്ത ചിന്ത വരാൻ തുടങ്ങുമ്പോഴേക്കും, കുഞ്ഞുങ്ങൾ കേട്ടോളൂ, ചീത്ത ചിന്ത വരാൻ തുടങ്ങുമ്പോഴത്തേക്കും കൃപയാൽ 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 ഈ കാലങ്ങളിൽ ജീവനുള്ള ദൈവം ഞങ്ങളെ നടത്തുന്നു. ഏതാനും പേരെ, ഞങ്ങളെല്ലാവരെക്കാളും പാപികളാണ്. അപ്പോസ്തലൻ പറഞ്ഞില്ലേ, മരിക്കാൻ നേരത്ത്, മരിക്കുന്നതിന് ഏതാനും കാലം മുമ്പ് പറഞ്ഞു, ഞാൻ പാപികളിൽ ഒന്നാമൻ, അതെന്നും ഓർത്തിരുന്നോളം. എന്നാൽ എന്നെ വിളിച്ചത് എന്തിനാണ്? പൂർണ്ണ വിശുദ്ധനാകാനാണ് വിളിച്ചത്. ഞാൻ വിശുദ്ധനായിരിക്കാൽ, ഉറക്കെ പറയൂ, നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. വിശുദ്ധരാകാൻ വേണ്ടിയിട്ടാണ് നമ്മെ വിളിച്ചത്. ദൈവത്തിന്റെ ഇഷ്ടമോ? നമ്മുടെ ശുദ്ധീകരണം തന്നെ,
നമ്മുടെ ഓരോരുത്തരും ശുദ്ധീകരണം. അതുകൊണ്ട് എന്ത് വേണം? ശുദ്ധീകരിക്കാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കുഞ്ഞാടിൻ്റെ തിരുരക്തം. ആ തിരുരക്തം എന്ന് പറയുമ്പോൾ ദുഷ്ടനായ പിശാച് ഇവിടെയെങ്കിലും വരില്ല, മൂവാറ്റുപുഴയും വരില്ല, വിട്ടുപോയിക്കോളും. എങ്ങോടെങ്കിലും നിങ്ങൾക്ക് പാപം വരാൻ തുടങ്ങുമ്പോഴേക്കും എന്ത് ചെയ്തോളണം? അപ്പം തന്നെ വരണം, എൻ്റെ യേശുവിൻ്റെ തിരുരക്തത്താൽ എന്നെ പൊതിയണമേ. ആരും കേൾക്കണ്ട, പതിയെ പറഞ്ഞാൽ മതി, ഉറക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. യേശുവിൻ്റെ തിരുരക്തം എന്ന് പറയും കേൾക്കുമ്പോൾ പിശാച് ഓടും. അപ്പോൾ തന്നെ പാപം ഓടി ഓടി അകന്ന് മാറും. അതുകൊണ്ട് എപ്പോഴും തിരുരക്തത്തിൽ പൊതിഞ്ഞു വേണം ജീവിക്കാനായിട്ട്. ഇന്ന് തുടങ്ങുമല്ലേ നമ്മൾ? പ്രിയപ്പെട്ട ദൈവജനമേ, ഇനി ഒരിക്കലും നമ്മളെ പിശാച് തൊടാൻ അനുവദിക്കരുത്. എന്തെല്ലാം പ്രലോഭനങ്ങൾ തരും, ഏതെല്ലാം ദുഷ്ടചിന്തകൾ തരും. ഇന്ന് നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ തന്നെ നിങ്ങൾ വീഴിക്കാൻ ദുഷ്ടനായ പിശാച് അവനിങ്ങനെ ആവലോടെ കാത്തു നിൽക്കും. കാരണം എന്താണ്? അവൻ നാണം കെട്ടവനാണ്, അവന് ശക്തിയില്ല കേട്ടോ. അവൻ്റെ തലയെ കർത്താവ് ചതച്ചതാണ്. അവൻ ആകെപ്പാടെ എന്തുള്ളൂ? വാലിട്ടാട്ടുള്ളൂ. എന്നാൽ എന്ത് ചെയ്യും? അവനിങ്ങനെ നാണം കെട്ടവനായതുകൊണ്ട് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരഞ്ഞു ഊടാടി നടക്കുകയാണ്. ഫിലിപ്പ് തീരുമാനം എടുത്തിട്ടുണ്ടോ? എന്ന് അവനെ വീഴ്ച അടങ്ങുള്ളൂ. ഒരു കാര്യവും ഇല്ലെങ്കിലും ചിലപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്. എന്നറിയോ? ഒരു കാര്യവും കാണൂല. കാലത്ത് എഴുന്നേറ്റപ്പോൾ ചുമ്മാ ഒരു ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു അന്നേരം നീ ആ ചൂടുവെള്ളം കൊണ്ട് വയ്ക്കാത്ത എന്നാ? ചുമ്മാ ചോദിക്കുക, ഒരു ആവശ്യം ഉണ്ടായിട്ടല്ല. പാവം എൻ്റെ ഭാര്യ ചൂടുവെള്ളം അവിടെ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെയും എന്നെ വീഴിക്കാനും തീരുമാനമെടുത്ത ദൈവമക്കളെ വീഴിക്കാനും, പ്രത്യേകിച്ച് എനിക്ക് വിശുദ്ധനാകണമെന്ന് തീരുമാനമുള്ള ദൈവമക്കളെ വീഴിക്കാൻ ദുഷ്ടനായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് ഊടാടി നടക്കുകയാണ്. അതുകൊണ്ടാണ് ജാഗ്രതയോടെ ജീവിക്കണമെന്ന്, വസ്ത്രം എപ്പോഴും അലക്കി സൂക്ഷിക്കണമെന്ന്. വല്ലോ പാപം വന്നാലോ ആ സെക്കൻഡിൽ തന്നെ എന്ത് ചെയ്തോളണം? അലക്കിക്കൊള്ളണം, വസ്ത്രം അലക്കിക്കൊള്ളണം. പിന്നെയോ 1 യോഹന്നാൻ 5:18 1 യോഹന്നാൻ 5:18 ഒന്ന് വായിക്കും. 1 യോഹന്നാൻ 5:18 എന്താണ്? വീണ്ടും സൂക്ഷിച്ചു നടക്കണം എന്നാണ് പറഞ്ഞത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. കേട്ടോ, ദൈവത്തിൽ നിന്ന് നാം ജനിച്ചോ ഇല്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നേ? ജോൺ കുര്യാക്കോസ് ദൈവത്തിൽ നിന്ന് ജനിച്ചോന്ന് എങ്ങനെ അറിയും? ഞാൻ പാപവും ചെയ്യുക, ഭാര്യയോട് കോപിക്കുകയും ചെയ്യുക, ദേഷ്യപ്പെടുകയും ചെയ്യുക, എൻ്റെ സ്വഭാവത്തിൽ മാലിന്യങ്ങൾ മാറുന്നില്ല, ഞാൻ ദൈവത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ് വേദപുസ്തകം എടുത്തുകൊണ്ട് പ്രസംഗിച്ച് നടന്ന സ്വർഗത്തിൽ പോവോ? ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ ലക്ഷണം എന്താണ്? ഉറക്കെ പറയൂ. തന്നെത്താൻ സൂക്ഷിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണോ? ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിശ്വാസ കണ്ണും കൊണ്ട് ഞാൻ കണ്ടു ജീവനുള്ള ദൈവം ഇവിടെ ഇറങ്ങി വന്നു നിന്ന്, എൻ്റെ കർത്താവിൻ്റെ തിരുരക്തം പുരണ്ട കരം ഇവിടെ ഇറങ്ങി വന്നു നിന്ന് ഓരോരുത്തരും തീരുമാനമെടുത്തവരുടെ ഓരോരുത്തരും മേൽ തിരുരക്തത്തിൻ്റെ മുദ്ര ചാർത്തിയെന്ന് നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. വിശ്വസിക്കില്ലെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വിശ്വസിക്കൂ. യേശുക്രിസ്തുവിനെ എൻ്റെ കൈ വന്ന് എവിടെ തൊട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ തൊട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ആണിപ്പാറുള്ള കരം വന്ന്, ആ തിരുരക്തം പുരണ്ട കരം വന്ന് തീരുമാനമെടുത്ത ഓരോരുത്തരും മേൽ സൗജന്യമായി വന്ന് കൈ തൊട്ടു. വിശ്വസിച്ചവരുടെ മേൽ കൈ തൊട്ടു. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. മാലാഖമാര് തരുതരെ നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ പറയല്ല പ്രിയപ്പെട്ടവര്. ഇതെല്ലാം പറഞ്ഞേച്ച് മനുഷ്യർ പറയുന്ന ഏത് നിസാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഞങ്ങൾക്ക് പേടിയില്ലേ? ഈ ജീവനുള്ള ദൈവത്തിന്റെ വചനം അത് അങ്ങനെ തന്നെ കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും ദൈവരാജ്യത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കുകയില്ല. അതുകൊണ്ട് പറഞ്ഞത് സത്യമാണ്. യേശുക്രിസ്തുവിന്റെ ആണിപ്പാറുള്ള കരം വന്ന് തീരുമാനമെടുത്ത് എല്ലാവരുടെ മേൽ കരം വെച്ചു, തിരുരക്തത്തിന്റെ മുദ്ര തന്നു. അപ്പോൾ നാം എന്ത് ചെയ്യണം? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, ഉറക്കെ പറയൂ, എല്ലാവരും സൂക്ഷിച്ച് ജീവിച്ചോളണം, സൂക്ഷ്മതയോടെ ജീവിച്ചോളണം. വിലയേറിയ രത്നമാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. എനിക്കൊരിക്കലും വില തീരാത്ത സ്വർഗരാജ്യം എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെയും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയം കൊണ്ട് ഗ്രഹിച്ചിട്ടില്ല. മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാകുന്നതാണോ ജീവനുള്ള ദൈവത്തിൻ്റെ രാജ്യം? എന്താണ് പറഞ്ഞത്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്ന്. മകനെ, നീ ഒന്ന് പൊത്തൂരത്തിലൊന്ന് ജീവിച്ച് കഷ്ടി ഒരു തിരുരക്തത്തിൻ്റെ മുദ്രയും കിട്ടി ഒന്ന് കഷ്ടി അങ്ങോട്ട് കടന്നു ചെന്നാൽ എവിടെയെങ്കിലും ഒരു മൂലയിലായിരിക്കും കിട്ടണേ സ്ഥലം. കേട്ടോളണം. കേട്ടില്ലെന്നൊരുത്. അതിന് പ്രായഭേദമില്ല. ഒരു 100 കോടി കൊല്ലം അവിടെ ഇരുന്ന് ശുദ്ധീകരണം പ്രാപിക്കുന്നത് ഇവിടെ 1 മാസം കൊണ്ട് കിട്ടണം, അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് കിട്ടുന്നത് ഒരു പക്ഷേ 100 കോടി കൊല്ലം അവിടെ ഇരിക്കണമായിരിക്കും. കേട്ടോ നിങ്ങൾ? ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം ഒരു കാരണവശാലും ജാഗ്രതയില്ലാതെ ജീവിക്കരുത്. ആര് ലോകം എന്തും പറഞ്ഞുകൊള്ളട്ടെ, എത്ര ചീത്തയായിട്ട് നമ്മെക്കുറിച്ച് പറയുന്നവരോടും എന്ത് ചെയ്യണം? ഉള്ളിൽ എന്ത് വേണം? അവരോട് സ്നേഹം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. ഈ വേദോത്സവം കൈകൊണ്ട് തൊടാൻ യോഗ്യതയില്ലാത്ത ശാപഗ്രസ്തനാണ് ഞാൻ. 2 ആഴ്ച മുമ്പ് ഒരു മനുഷ്യൻ പറഞ്ഞു, ഒരാറ്റത്തിന്, ഒരു പരമാണുവിന്, ഒരു 1000-ൽ-1 അംശത്തിന് ആ മനുഷ്യനോട് ഈ ചങ്കിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തോട് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ ഞാൻ എവിടെയായിരിക്കും? നരകത്തിലായിരിക്കുമെന്ന്. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല.
ഇതിന് വള്ളിക്കും പള്ളിക്കും മാറ്റമില്ല. ജാഗ്രതയോടെ ജീവിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇടുക്കുവാതിലൂടെ അടക്കുവാൻ പോരാടുവിൻ. ഇടുക്കുവാതിൽ, ഞെരുക്കമുള്ള വഴി. ഈ വഴി, ആ വാതിൽ നിങ്ങളൊന്ന് നോക്കൂ, വിശാലമായ വഴിയാണ്, വിശാലമായ വാതിലാണ്. അത് ഇത്രയും വീതി ഉള്ളെന്നിരിക്കട്ടെ, തടിയുള്ള ആൾക്കും തടി ഇല്ലാത്ത ആൾക്കും അതിലേ പോകാൻ പറ്റുമോ? ഇല്ല, നേരെ പോകാൻ പറ്റില്ല. ഞെരുങ്ങി ഇങ്ങനെ ഇറങ്ങിപ്പോകേണ്ടി വരും. ക്രിസ്തീയ ജീവിതം ക്രൂശിന്റെ വഴിയാണ്, എളുപ്പമല്ല. അതുകൊണ്ടല്ലേ ദൈവദാസൻ പണ്ട് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്, ഇറ്റ് ഇസ് എ പാത്ത് ഓഫ് തോൺസ്. മുള്ളു നിറഞ്ഞ വഴിയാണ്. മുള്ളുപോലെ കുത്തി നോക്കുന്ന അനുഭവങ്ങൾ വരും. മുള്ളുപോലെ സൈഡിൽ നിന്ന് കുത്തും. ഹൃദയം കുത്തി മുറിവയ്ക്കുന്ന രീതിയിൽ വാക്കുകൾ പറയും. എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് വരില്ല? വേറെ ഒന്നും വരില്ല. കാരണം എന്താണ്? എൻ്റെ ഗുരുവിനെ പോലെ ആവുന്നത്. ഇന്നലെ നമ്മൾ അങ്ങനെയല്ലേ തീരുമാനിച്ചേ? ഗുരുവിനെ പോലെ ആവുന്നത് ശിക്ഷന് മതി, യജമാനെ പോലെ ആവുന്നത് ദാസന് മതി. എൻ്റെ ഗുരു എങ്ങനെയായിരുന്നു നോക്കും, എൻ്റെ യജമാൻ എങ്ങനെയായിരുന്നു നോക്കും. എന്നിട്ടാണ് ഞാൻ തീരുമാനം എടുക്കുന്നത്. എൻ്റെ ഗുരു എന്താണ് ചെയ്തത്? തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല, ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുകയത് ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുവിൻ്റെ അരുമ ശിഷ്യനായിരുന്നു. എന്നാൽ ശിഷ്യനേക്കാൾ വിശ്വാസമുള്ള വീരനായിരുന്നു സ്തേഫാനോസ്. സ്തേഫാനോസ് എന്താണ് ചെയ്തത്? ഗുരു ചെയ്തതുപോലെ തന്നെ ചെയ്തു. ഗുരു എന്ത് ചെയ്തു? കല്ലുകളിങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് വന്ന് എറിഞ്ഞെറിഞ്ഞ്, ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്, വേറെ ഒരു പാറക്കെട്ടി കൊണ്ട് നിർത്തും. വലിയൊരു പാറ, നിങ്ങളൊന്ന് കാണൂ, വലിയൊരു പാറ പൊട്ടിച്ചെടുത്ത കല്ലുള്ള ഒരു 10 ഏക്കർ സ്ഥലം. അതിൻ്റെ നടുക്കൊരു കോൺക്രീറ്റ് തൂണുണ്ട്. ആ തൂണിൽ ഒരു പേരിന് മാത്രം അല്പം വസ്ത്രം ധരിച്ചിട്ട് കയ്യും കാലും എല്ലാം കെട്ടും. കല്ലെറിഞ്ഞു കൊല്ലണ കാര്യം പറഞ്ഞു വരുന്നേ. കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് എന്ത് ചെയ്യാണ്? പിടിച്ചു കെട്ടിയേക്കുവാണ്. ആരെ? ആ പാവം സ്തേഫാനോസിനെ. എന്ത് കുറ്റം ചെയ്തിട്ടാ? സാക്ഷ്യം പറഞ്ഞു, സത്യം പറഞ്ഞു, വേറെ ഒന്നും ചെയ്തില്ല. അത് വിവരിക്കാൻ നേരമില്ലോ. ആ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് ഒരു കോൺക്രീറ്റ് തൂണിൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു പാവത്തിനെ. എന്നിട്ടോ 3 സൈഡിൽ നിന്ന് എറിയാനായിട്ട് ആൾ വിളിക്കുക. മുമ്പിൽ നിന്ന് എറിയും, ഒരു സൈഡിൽ നിന്ന് ഇവിടുന്ന് എറിയും. മൂർത്ത കല്ലുകൾ പിടിച്ചോണ്ട് എറിയാണ്. ആദ്യത്തെ കല്ല് ഏറുകൊണ്ടത് ഈ തിരുനെറ്റിക്കിട്ട, ഇവിടെ തിരുനെറ്റി എന്നല്ല ഇതിന് പറഞ്ഞത്, ഈ മുമ്പിലത്തെ നെറ്റി. ഇവിടുന്ന് തുളഞ്ഞ് ചോരയും പീസായിട്ട് മാംസവും കൂടെ തെറിച്ചുപോയി. അപ്പോഴുണ്ട് അടുത്ത് ഏറ് വരുന്നു. ആഘോഷത്തോടെയാണ് എറിയണ ആളുകളും ചെറിയൊരു ഡ്രസ്സ് ധരിക്കണം, സ്പോർട്സുകാർ ധരിക്കണ മാതിരി. എന്നിട്ട് ഏറാണ്. ആദ്യത്തെ ഏറ് കൊണ്ടു, ഒന്നും മിണ്ടുന്നില്ല. രണ്ടാമത്തെ ഏറ് കൊണ്ടു, ഒന്നും മിണ്ടുന്നില്ല. മൂന്നാമത്തെ ഏറ് കൊണ്ടു, മിണ്ടുന്നില്ല. കല്ലുകൾ ഒന്ന് കൂടി വരുന്നു. കല്ല് ഇങ്ങനെ കൂമ്പാരമായി വരുന്നു. നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ വളരെ ഈ കാര്യത്തിൽ ഇതേ കൂടെ പോരുവാണെങ്കിൽ നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റും. നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നാണ്, നാം എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞത്. അവസാനത്തെ കല്ല് വന്ന് മൂടണം, കല്ല് വന്ന് എറിഞ്ഞ് ഇത്രയും മൂടും. അങ്ങനെ എറിഞ്ഞ് ഏതാണ്ട് ഒരു പകുതിയായപ്പോൾ എന്ത് ചെയ്തു? മുട്ടുമേലങ്ങ് നിന്നു. മുട്ടുമേൽ നിന്നിട്ട് പറഞ്ഞു, പിതാവേ, എൻ്റെ നാഥാ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? എൻ്റെ നാഥൻ എന്ത് ചെയ്തു? തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല. അതുകൊണ്ട് ഗുരുവിനെ പോലെ ആകുന്നത് ശിക്ഷന് മതി. എൻ്റെ നാഥൻ എന്ത് ചെയ്തു? ഇവരോട് ക്ഷമിക്കണമെന്ന്. നമ്മൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നരകത്തിൽ ചെന്നെത്തുകയുള്ളൂ, മറക്കരുത്. അതുകൊണ്ട് എന്തെല്ലാം വന്നാലും എൻ്റെ കർത്താവ് എന്താണ് പറഞ്ഞത്? പിതാവേ, ഉറക്കെ പറയൂ, ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന്. എല്ലാവരോട് ക്ഷമിച്ചോ നിങ്ങൾ? ഹൃദയത്തിൽ ആരോടെങ്കിലും, ഈ ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യനോട്, ഏതെല്ലാം രീതിയിൽ ഉപദ്രവിച്ച ആളുകളോടും ഒരിക്കലും പക പാടില്ല എന്ന്. പക്ഷെ ഇവിടെ കൂടി വരുമ്പോൾ തീക്കൊള്ളികളെല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. തീ ഒരു സൈഡിൽ നിന്ന് പിടിച്ചു തുടങ്ങിയാൽ ഇതിങ്ങനെ കത്തി പടരും. അന്നേരം ആ തീയിലേക്ക് എല്ലാം എറിഞ്ഞിട്ട് കൊടുത്തോളണം. അങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ എല്ലാം കത്തി ചാമ്പലാകും. സത്യമാണ് പറയുന്നത്, അനുഭവമാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ദൈവത്തിൽ ജനിച്ചവർ തന്നെത്താൻ സൂക്ഷിക്കണം, ഗുരുവിനെ പോലെ ആകണം. ദൈവത്തിൽ നിയമിച്ചാൽ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടനെ തൊടുന്നതുമില്ല. ദുഷ്ടൻ തൊടാതിരിക്കില്ല, അവൻ്റെ പണി തൊടുക എന്നുള്ളതാണ്. ദുഷ്ടൻ തൊടാതിരിക്കണമെങ്കിൽ തന്നെത്താൻ സൂക്ഷിച്ച് നടന്നു കൊള്ളണം. പിന്നെയോ റോമർ 6:11, 12, 13 ഒരുമിച്ച് ഒന്ന് വായിക്കണം. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും. കേട്ടോ, നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നാണ് പറഞ്ഞത്? അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും. എങ്ങനെ മരിച്ചവരായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞേ? പാപസംബന്ധമായി മരിച്ചവരെന്നും. അടുത്തതോ, ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഔവണ്ണം, ആ പ്രകാരം നിങ്ങളും, നാം ഓരോരുത്തരും പാപം സംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. നാം ഓരോരുത്തരും എണ്ണണമെന്ന്. പാപസംബന്ധമായി മരിച്ചവരാണോ? പാപം വരാൻ പാടില്ല എന്ന്. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി മരിക്കുന്നു. ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും ഞാൻ കർത്താവിനുള്ളവൻ തന്നെ.
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. കേട്ടോ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ യേശുക്രിസ്തു മരിച്ചു, അതുകൊണ്ട് എല്ലാവരും മരിച്ചു എന്നും. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല. ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എനിക്കായിട്ടല്ല, എനിക്ക് വേണ്ടി മരിച്ചുയർത്ത യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്ന്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന്. ആണോ പ്രിയപ്പെട്ട ദൈവജനമേ? ചിന്തിക്കൂ. അതുകൊണ്ട് എന്ത് വേണം? ഔവണ്ണം നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. പാപം നിങ്ങളുടെ ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. എന്തും പറയാൻ വേണ്ടി നാവിനെ വിട്ടുകൊടുക്കരുത്, എന്തും ചെയ്യാൻ വേണ്ടി കയ്യെ വിട്ടുകൊടുക്കരുത്, ഏത് കാര്യവും ചിന്തിക്കാൻ വേണ്ടി തലച്ചോറിന് വിട്ടുകൊടുക്കരുത്. കേട്ടോ, ഇനി ഓരോന്നോരോന്ന് പറയാൻ സമയം വേണം. ചിന്ത വരാൻ തുടങ്ങുമ്പോഴത്തേക്കും പറഞ്ഞോളണം, കർത്താവേ തിരുരക്തത്താൽ എന്നെ പൊതിയണമേ എന്ന്. പിന്നെയോ എന്താണ്? നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. മതി. ഏതെങ്കിലും പാപം വന്നാലോ മറക്കരുത്. ദൈവത്തിന്റെ തിരുവചനം എന്ത് പറയുന്നു? തിരുവചനത്തിലേക്ക് നോക്കിക്കൊള്ളണം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്യരുതെന്നാണ് പറയുന്നത്. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തുവിന്റെ കാര്യസ്ഥൻ നമുക്കുണ്ട്. ഇനി പുറത്തോട്ട് ഇറങ്ങി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടു, പാപം വന്നു, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്തോളണം? ചാടി എഴുന്നേറ്റുകൊള്ളണം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ സന്നിധിയിലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾ പരിഹാരമാകുന്നു. പിന്നെയോ പ്രായശ്ചിത്തമാകുന്നു. പിന്നെയോ മറ്റേ എബ്രായ ലേഖനം 4:15 അതെ, നമുക്കുള്ള മഹാപുരോഹിതൻ. നമ്മുടെ മഹാപുരോഹിതൻ ആരാണ്? ഉറക്കെ പറയൂ നിങ്ങൾ. നമ്മുടെ മഹാപുരോഹിതൻ കർത്താവായ യേശുക്രിസ്തുവാണ്. നമുക്കുള്ള മഹാപുരോഹിതൻ. നമുക്ക് വരുന്ന ചെറിയ ചെറിയ ബലഹീനതകൾ വരുമല്ലോ. ഒരു ചെറിയ ഇഷ്ടക്കുറവ് വന്നു, ഒരു ചെറിയ മുഷ്ടിൽ വന്നു, ഒരു ചെറിയ പിണക്കം വന്നു, ഒരു ചെറിയ അഴുക്ക് ചിന്ത വരാൻ തുടങ്ങി. ഉടനെ തന്നെ കർത്താവ് ഇട്ടേച്ച് പോയി എന്നോർത്തോണ്ട് നിങ്ങൾ നിരാശപ്പെട്ടിരുന്നു. കേട്ടോ, അപ്പോൾ തന്നെ എന്ത് ചെയ്തോളണം? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അടുത്ത വാക്കാണ് നാം എപ്പോഴും ഓർത്തുന്നത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് ചെല്ലണം. ഒരിക്കലും നിരാശപ്പെട്ടിരിക്കരുത്, ഓടിച്ചെന്നോളണം. ഏതെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ കർത്താവേ അവിടുത്തെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ദുഷ്ടനായ പിശാച് അവിടെ പോയി നമ്മൾ അവകാശം പറയുന്നതിന് മുമ്പ് ചെയ്തോളണം. പിന്നെ എന്താണ് അതിനുള്ള യോഗ്യത? എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ യോഗ്യത, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവരും. കേട്ടോ, എപ്പോഴും അരിഷ്ടതാ മനോഭാവം. ഞാനൊരു പാപിയാണെന്നുള്ള ചിന്ത. ഞാൻ കർത്താവേ, ഞാൻ നീതിമാനല്ല, ഞാൻ ഏറ്റവും വലിയ പാപികളിൽ ഒന്നാമൻ. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും. പിന്നെ എന്താണ്? എങ്കിലും അരിഷ്ടനും. അറിയാവുന്നവരല്ലോ, ഉറക്കെ പറയണം. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എങ്കിലും അരിഷ്ടനായിരിക്കണം. എപ്പോഴാണ്? ഞാനൊരു പാപിയാണെന്നുള്ള ചിന്ത. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവൻ. എങ്ങനെയാണ് മനസ്സ് തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും എന്താണ്? തകർന്നും നുറുങ്ങിയതുമായ ഹൃദയം. മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായിരിക്കണം. ഈ വചനമാണ് നമുക്ക് ആധാരം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഭയത്തോടും വിറയലോടും കൂടി അനുസരിക്കുന്നവരാകണമെന്ന്. എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നതുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. പിന്നെ ഒരു വാക്യമുണ്ട്, 55:17 വായിക്കേണ്ട. SI 55:17 എൻ്റെ ഓർമ്മ. ഉന്നതനും, ഉറക്കെ പറഞ്ഞു, ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധന് നാമുള്ളവനുമായവൻ. ഒരു വ്യക്തിയേ ഉള്ളൂ. കേൾക്കൂ, അവൻ ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവനാണ്, ശാശ്വതവാസിയാണ്, പരിശുദ്ധന് നാമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും, കേൾക്കണം, ഒരിക്കലും അഹങ്കാരം വരരുത്. എത്ര വചനം പറയാനും എത്ര തീയുടെ ശുശ്രൂഷ നടക്കാനും കർത്താവെടുത്ത് ഉപയോഗിച്ചാലും എന്ത് ചെയ്തോളണം? അവിടെ പോയി മുട്ടുമേ ഇരുന്നിട്ട് പൊട്ടി കരഞ്ഞോളണം, കർത്താവേ കൃപ 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 എന്ന്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഉടനെ പുത്തവും താഴെ വീഴും. ഒരു സാക്ഷ്യം പറഞ്ഞു, തീ ഇറങ്ങി മുഴുവൻ എല്ലാവരുടെ മേലും ആത്മാവിനെ പകർന്നു. ഓർത്തോളണം എപ്പോഴും, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും നാമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താണ്? ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും, 2 വാക്കേ അടിയിൽ വരയ്ക്കേണ്ടുള്ളൂ. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താവമുള്ളവരുടെ ഹൃദയം. എന്താണ് മനസ്താവം? മനസ്താവം എന്താണ്?
എൻ്റെ ദൈവമേ ആ വാക്ക് പറയണ്ടായിരുന്നു, എൻ്റെ കർത്താവെ അങ്ങനെ ചിന്തിക്കണ്ടായിരുന്നു, എൻ്റെ കർത്താവ് പപ്പയോട് അങ്ങനെ മിണ്ടണ്ടായിരുന്നു, എൻ്റെ കർത്താവെ ഇന്ന് വേദോസം വായിച്ചോളായിരുന്നു, നേരത്തെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചോളായിരുന്നു, എൻ്റെ ദൈവമേ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഇതിന് പറഞ്ഞ പേരാണ് മനസ്താവം. മനോവിനയവും മനസ്താവമുള്ളവരുടെ മേൽ എന്ത് ചെയ്യും? അവർക്ക് ചൈതന്യം വരുത്തുമെന്ന് മറക്കരുത്. ഒന്ന് അരിഷ്ടനും മനസ്സ് കയറുന്നവനും. രണ്ട് എന്താണ് മനസ്താപമുള്ളവൻ, മനോവിനയമുള്ളവൻ. അവൻ്റെ മേലെ എന്നും ദൈവത്തിൻ്റെ കരുണ നിൽക്കും. എന്നും താഴ്മയുള്ള ഹൃദയം, എളിമയുള്ള ഹൃദയം. ഞാൻ എല്ലാവരേക്കാളും പാപിയാണെന്നുള്ള ചിന്ത, ഞാൻ ഏതുമില്ലാത്തവനാണെന്നുള്ള ചിന്ത. നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവർ, ഞാൻ ഏതുമില്ലാത്തവനാണ്. സത്യമാണ്, ഉള്ളത് പറയാമല്ലോ. തന്നെത്താൻ ഞാൻ വലിയ വാക്കുകളൊക്കെ പറയുമെങ്കിലും തന്നെ ഞാൻ പോയിരുന്ന് ഏങ്ങലടിച്ച് കരയും. ഏതെങ്കിലും ഒരു കാര്യത്തെ സ്വയമേവ അങ്ങനെ അഭിമുഖീകരിക്കാൻ ഞാൻ ഭംഗി വാക്ക് പറയുകയോ അല്ലെങ്കിൽ ഞാൻ വിനയപ്പെടുത്തി പറയുകയോ അല്ല. സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തുമാത്രം കാര്യങ്ങളാണ് ഈ സമയങ്ങളിലെല്ലാം. ഒരു ദിവസം ഞങ്ങളിവിടുന്ന് ഒരുമിച്ച് മുട്ടുകുത്തിയിരുന്ന് പൊട്ടി കരഞ്ഞു. അതേത് വിഷയമാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ഡൽഹിയിലെ ഒരു വിഷയമാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞങ്ങൾക്കന്ന് കർത്താവ് ഇവിടെ ഇരുന്ന് ഉറപ്പ് വന്നു. എന്താണ് ഉറപ്പ് വന്നത്? നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല മകനെ എന്ന്. അവർ ഒരു വഴിയായി വരും, 7 വഴിയായി പോകുമെന്ന്. അത് പറഞ്ഞിട്ട് 2 മാസമായി. എന്നാൽ ഞങ്ങൾ പിന്നെയും അവിടുത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ ഉള്ളിൽ ചെറിയ പേടി. എന്നാൽ സത്യം പറയട്ടെ, അവിടെ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞത്, ഇന്ന് ഞങ്ങൾ വിശ്വാസ കണ്ണാൽ ഓരോന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവം നമ്മളെ വാത്സല്യിക്കാനും ഓമനിക്കാനും കോരിയെടുക്കുവാനും നമ്മൾ മാറോടണച്ചുകൊണ്ട്, ഇങ്ങനെ മാറിൽ അടച്ചുകൊണ്ട് തള്ളയാളുകളെ നടത്തിയും കുഞ്ഞാടുകളെ തോളിലേറ്റിയും നടത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ മാത്രമേ കാണാവുള്ളൂ. ആകെ ഉയർത്താൻ ആരുണ്ട്? ഉറക്കെ പറയൂ നിങ്ങൾ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുന്ന യേശു മാത്രം. ആ യേശുവാണ് മുഴുവൻ രക്തവും നമുക്ക് വേണ്ടി ഊറ്റി തന്നത്. പൊന്നുരുന്നാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.